ദിവസമായിട്ട് റെഡ് അലേർട്ട് ആയതുകൊണ്ട് മൂക്കും മാത്രം സ്കൂളിൽ. പക്ഷേങ്കിൽ ഹസ്ബൻഡിന് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിനുള്ള ലഞ്ചാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഞാൻ വിചാരിച്ച സിമ്പിൾ ആയിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി ഇല്ലേ, ബിരിയാണി എന്ന് പറയില്ല, പുലാവ് ഉണ്ടാക്കുക വിചാരിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേഗം ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പോയിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കാർ കഴുകാന്ന്. അങ്ങനെ കാർ കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ടാണ് കാറൊക്കെ കഴുകിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാറ് കഴുകുക, തുണി അലക്കുക, ഇങ്ങനത്തെ ഒക്കെ വിയേർഡായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എനിക്ക്. പിന്നെ ഞാൻ മോക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ എന്നിട്ട് എൻ്റെ നാട് എന്ന് വെച്ചാൽ നാട്ടിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനമായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ റാസ ഹോട്ടലിൽ നിന്ന് ഒന്ന് മാത്രം വാങ്ങിയിട്ട് നമ്മൾ മൂന്നാൾ ഷെയർ ഇട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായത്. കാരണം ഞാനൊന്നും അങ്ങനെ ചോറൊന്നും കേൾക്കൂല, എനിക്കിതിൻ്റെ ഒരു കയ്യിൽ തന്നെ ധാരാളമാണ്. പിന്നെ അച്ചാറും തേരും തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ബീട്രൂട്ട് അച്ചാറ്, പക്ഷേ എങ്കിലല്ല കേട്ടോ, അത് നാരങ്ങ അച്ചാറായിരുന്നു. പിന്നെ വൈകുന്നേരം ആയാലും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളക്കാക്കൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി കടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ നാളെ കാണാം.